സോ യെസ്, ഒരുപാട് സമയമുണ്ടല്ലോ അല്ലേ നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് ഇപ്പോഴും പഠിക്കാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. സ്റ്റിൽ നമ്മുടെ മുന്നിൽ ക്രിസ്മസ് എക്സാം ആവാൻ ആകെ ഇനി കുറച്ച് ദിവസങ്ങൾ, ഏറിയാൽ ഒരു 2 ആഴ്ച കൂടി ബാക്കി നിൽക്കെ, അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആവാൻ വെറും ഒരു 2.5 മാസം കൂടി, 2.5 മാസം ഉണ്ടോ ഇനി, 2.5 മാസം കൂടി ബാക്കി നിൽക്കെ ഇപ്പോഴും നമ്മളുടെ സ്ഥിതി എന്താണ്, നമ്മൾ നടക്കുന്ന ഒരു സ്റ്റേജ് എന്താണ്, നമ്മളുടെ ചുറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനെ കുറിച്ച് നമ്മളുടെ ഒരു തോട്ട് എന്താണ്, നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു ഒറ്റ 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. വെറും 2.5 മാസമാണ് നമ്മളുടെ പബ്ലിക് എക്സാമിൻ്റെ മുന്നിൽ നമുക്കുള്ളത്. ക്രിസ്മസ് എക്സാം ആവാൻ വെറും 2 ആഴ്ച. പബ്ലിക് എക്സാമിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഓൾമോസ്റ്റ് പകുതി മുക്കാൽ ചാപ്റ്റേഴ്സും വരാൻ പോകുന്ന എക്സാമാണ് ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിന് പോലും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 2.5 മാസം കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന്. ക്രിസ്മസ് എക്സാമിന് പോലും ഒന്നും പഠിക്കാണ്ട ക്രിസ്മസ് വെക്കേഷൻ കൂടെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി ആയിട്ട് മോഡൽ എക്സാം വരുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ പബ്ലിക് എക്സാം എത്തുമ്പോൾ നോക്കാന്ന് പറയുന്ന കുട്ടികൾ ഒറ്റ സമയം എടുത്തിട്ട് നിങ്ങളുടെ ഫിസിക്സിലും മാത്സിലും ചാപ്റ്റേഴ്സ് ഒന്ന് മറിച്ചു നോക്ക്. ആ ചാപ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ട് A+ വാങ്ങാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ സിലബസ് ആണോ നിങ്ങളുടെ മുന്നിലുള്ളത്. ഒറ്റ കാര്യം ആലോചിക്കും, നമുക്ക് ഇത്രയും തോന്നെ ചാപ്റ്റേഴ്സ്, ഇത്രയും അധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. നമ്മളുടെ മുന്നിൽ ഇനിയുള്ളത് ആകെ കുറച്ച് സമയമാണ്. ആ സമയം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് മുതലെങ്കിലും നമ്മളത് മനസ്സറിഞ്ഞ്, നമ്മളത് അത്രയും ആഗ്രഹിച്ച്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാം നിങ്ങളെ നോക്കി ചിരിക്കും, നിങ്ങളുടെ റിസൾട്ട് പേപ്പർ നിങ്ങളെ നോക്കി ചിരിക്കും, നിങ്ങളുടെ റിപ്പോർട്ട് കാർഡ് കാണുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചൂടുള്ള കണ്ണീരിങ്ങനെ വരും. നിങ്ങളുടെ പാരൻസ് അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് ഒരു വാക്ക് മിണ്ടാൻ പറ്റാതെ, എന്ത് പറ്റി എൻ്റെ മോനെ ഞാൻ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ മോക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അവർക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് സൗകര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ച് നമ്മളുടെ പാരൻസ് ഇങ്ങനെ നെഞ്ചു പൊട്ടുമ്പോൾ നമുക്ക് ഉരിയാടാൻ ഒരു വാക്ക് നമ്മുടെ വായെന്ന് വരൂല. അത് വരാത്തതിന്റെ കാരണം ഇന്ന് നിങ്ങൾ ഈ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡുകളായിരിക്കും. ഈ വേസ്റ്റ് ചെയ്യുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിങ്ങളെ നോക്കി ചിരിക്കുന്ന സമയം വരും. ഏത് റിസൾട്ട് വരുന്നെന്ന് അന്ന് നമുക്ക് ബോധം വയ്ക്കും. അന്ന് നമ്മൾ ആലോചിക്കും, ഒരു 2.5 മാസം നമ്മളൊന്ന് പിറകോട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മിനിറ്റുകളും ആ സെക്കൻഡുകളും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ ഇതിലും അടിപൊളിയായി ചെയ്തേനെ, എൻ്റെ റിസൾട്ട് കിടിലൻ റിസൾട്ടായി മാറിയേനെ, ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് +1 +2 എനിക്ക് പഠിക്കാൻ പറ്റിയേനെ, ഞാൻ വിചാരിച്ച കരിയർ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയേനെ, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയേനെ എന്ന് നമ്മൾ ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്ന സമയം വരും. അതിന് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എക്സ്ക്യൂസസ് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് പല കാരണങ്ങളും ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം എന്താ പറയുക, നമുക്ക് പഠിക്കാൻ പറ്റാത്തതിന്, അല്ലെങ്കിൽ മാർക്ക് ലഭിക്കാത്തതിന്, അല്ലെങ്കിൽ എക്സാമിൽ തോറ്റുപോകുന്നതിന്, അല്ലെങ്കിൽ ഫെയിൽ ആവുന്നതിന്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനെല്ലാം കണ്ടുപിടിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. വേണമെങ്കിൽ ഞാനും കൂടെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരാം. ഇതിന് കാരണം കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരൊറ്റ ആളുടെ സ്റ്റോറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ IAS ചേതൻ കുമാർ മീണ? കോട്ടയത്തുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ, നിങ്ങളുടെ സ്വന്തം കളക്ടറാണ്. ഈ അഡ്വക്കേറ്റ് ചേതൻ കുമാർ മീണ +2 കഴിഞ്ഞ സമയത്ത് ആൾക്ക് IIT പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയുള്ള ആള് പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസയില്ല, വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ പൈസ ഇല്ലാത്തത് കാരണവും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കാരണവും ആൾക്ക് ആ മോഹം ഉപേക്ഷിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ ആൾ പോകുന്നത് ഡിഗ്രിക്കാണ്. ആ ഡിഗ്രി പഠിച്ച സമയത്ത് ആളുടെ മനസ്സിലുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയുക സ്ഥിതി ഒന്ന് മാറ്റിക്കൊടുക്കണം, എനിക്ക് അവരെ വലിയ നിലകളിലേക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ട് ജാതീയമായി പല അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടും ആള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IAS പഠിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളാണ്. അന്നേരവും കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പകല് ഫുൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി രാത്രി കുത്തിയിരുന്ന് പഠിച്ചിട്ട് IAS പൊസിഷനിൽ ഇന്ന് അയാൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ എക്സ്ക്യൂസസുകളോട് അയാൾ നോ പറഞ്ഞതുകൊണ്ടാണ്, അയാളുടെ സാഹചര്യങ്ങൾ അവർ കുറ്റം പറയാതിരുന്നത് കൊണ്ടാണ്, അയാളുടെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന ഒരു എന്താ പറയാ തിരിച്ചു വീട്ടണം, അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ധൈര്യം കൊണ്ടാണ്. IAS ആയതിനു ശേഷം അയാൾ പോയത് ആരുടെ അടുത്തേക്കാന്നറിയോ? അയാളുടെ ജീവിതത്തിൽ ഒരാൾ അയാളെ പല സമയമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എടാ നീ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ലടാ, നീ ഒന്നും എവിടെ എത്താൻ പോകുന്നില്ലടാ. ഇയാളുടെ മുന്നിൽ പോയിട്ട് കൈകൂപ്പി തൊഴുതിട്ടാണ് IAS ചേതൻ കുമാർ മീണ തൻ്റെ IAS വിജയം ആഘോഷിച്ചതെന്നാണ് പറഞ്ഞത്.
നമ്മുടെ ലൈഫിലും ഇതുപോലെ പല ആൾക്കാരില്ലേ, നിങ്ങളെ കുറ്റം പറയുന്നവരില്ലേ, നിങ്ങളെ താഴ്ത്തി കെട്ടുന്നവരില്ലേ, നിങ്ങൾ ഒന്നിനും കൊള്ളൂല എന്ന് പറയുന്നവരില്ലേ, നിങ്ങളുടെ പാരൻസിന്റെ മുന്നിൽ നിങ്ങളെ മോശമാക്കി കാണിക്കുന്നവരില്ലേ, നിങ്ങളുടെ പാരൻസിന് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് പറയണോ, നിന്റെ മോന് മാർക്കില്ലല്ലോ, അല്ലെ നിന്റെ മകൾ പഠിക്കൂലല്ലോ, എൻ്റെ മോന് ഇത്രേ, എൻ്റെ മോന് അത്രേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പാരൻസ് നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ എത്ര വേദന ഉണ്ടാവും അവർക്ക്. എൻ്റെ മോനും മോളും ഒന്ന് നന്നായി കണ്ടിരുന്നെങ്കിൽ, ഇവർ വലിയ നിലകളിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും കിട്ടാനല്ല. എൻ്റെ മക്കൾ അല്ലെങ്കിൽ എനിക്കുള്ള മക്കൾ, എൻ്റെ മക്കൾക്ക് ഇവരൊന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പാരൻസ് ആഗ്രഹിക്കില്ലേ? അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളൊരു വലിയ നിലകളിലെത്തി, നിങ്ങളൊരു വലിയ പൊസിഷനിലെത്തി, സ്വന്തം ആത്മനിർവൃത്തി അടയാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല? നിങ്ങളുടെ കഷ്ടപ്പാടുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് ഐ റീച്ച് ദ സ്റ്റേജ്, ഐ മെയ്ഡ് ഇറ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരാൾക്കും ആഗ്രഹമില്ല. ഈ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തേ പണിയെടുക്കാത്തെ? എന്താ നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തെ? ഇനി ആരെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നേ? ആരെങ്കിലും വരുമോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ? അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ നിങ്ങളെ പുഷ് ചെയ്ത് തരാൻ? എല്ലാ സമയത്തും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പിന്നാലെ നടക്കാൻ എത്ര കാലം ആൾക്കാരുണ്ടോ? നിങ്ങളൊരു നിലയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കുറ്റക്കാരൻ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, പാരൻസ് അല്ല, സൊസൈറ്റി അല്ല, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ ചെയ്ത ടൈം വേസ്റ്റുകളും നിങ്ങൾ ചെയ്ത മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് വേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സമയങ്ങളും സെക്കൻഡുകളും മാത്രമാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നമ്മൾ ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം കയ്യിൽ നിന്ന് പോകും മക്കളെ. അതുകൊണ്ട് ഇനി പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡുകളും ഒന്ന് പ്രൊഡക്റ്റീവാക്കി മാറ്റ്. ഒരു ദിവസം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന 5-6 മണിക്കൂറിൽ വെറും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി എടുക്ക്, നിങ്ങളുടെ കരിയറിന് വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി എടുക്ക്. എനിക്ക് വേണ്ടി വേണ്ട, നിങ്ങളുടെ പാരൻസിന് കൊടുക്കണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചറാണോ? നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ സ്വന്തം കരിയറിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫിൽ വലിയ വലിയ നിലകളിലെത്തണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ഫീൽ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, ഐ മെയ്ഡ് ഇറ്റ് എന്നിങ്ങനെ അക്കിട്ട് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പണിയെടുക്കണം. ആ പണിയെടുത്തിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തേ? എന്തുകൊണ്ടാ പറ്റാത്തേ? ആഗ്രഹങ്ങൾ വലുതല്ലാത്തോണ്ടാ? നിങ്ങൾക്ക് സ്വപ്നങ്ങളോട് നിങ്ങൾ പുച്ഛം കാണിക്കുന്നോണ്ടാ? ലൈഫ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടും കാണിച്ചു തരും, പുച്ഛിക്കും നിങ്ങളെ. നിങ്ങളുടെ ജീവിതം ആലോചിച്ച് നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ പശ്ചാത്തപിച്ച് നമുക്ക് ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വളരെ ലോ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന് നമുക്കിത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങ് പ്ലീസ്. ഇനിയും വൈകിട്ടില്ല. ഇത്രയും കാലം നമ്മൾ നടന്നു. ഓഫ് കോഴ്സ് നിങ്ങൾ തുടങ്ങേണ്ടത് ഒരുപാട് നേരത്തെ ആയിരുന്നു. യു ആർ ലേറ്റ്. നമ്മൾ പറയാറുണ്ട് ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 25 years ago. ഒരു മരം നടാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് 25 വർഷം മുമ്പായിരുന്നെങ്കിൽ ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇസ് നൗ. ശരിയാണ്, നിങ്ങൾ നേരത്തെ തുടങ്ങേണ്ടവരായിരുന്നു. പക്ഷേ ഇനിയും വൈകിട്ടില്ല. രണ്ടാമത് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നത് ടുഡേ, ദിസ് സെക്കൻഡ്, ദിസ് മൊമെന്റ്. ഇതിൽ എല്ലാവരോടും ഞാൻ പറയുന്നില്ല. പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, എങ്ങനെ പഠിക്കും, എവിടുന്ന് പഠിച്ചു തുടങ്ങും? വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ് മുന്നിൽ കിടക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് അറിയില്ല. എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ ഇതിനെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് അറിയില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള റിസോഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്ന ഒരു കൈത്താങ്ങ് തന്നാൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ആ ഒരു ബൂസ്റ്റർ ബാച്ച്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും അടിച്ചു കയറി ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ഏതെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളൊരു കൈ തന്നാൽ, നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ നിന്നാൽ, ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡി ആയാൽ മാത്രം മതി. അങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2499 കോഴ്സ് വെറും 1899 റുപ്പീസിനാണ്. അതും എല്ലാവർക്കും ഇല്ല. ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഫ്യൂച്ചറിനെ കുറിച്ച് അടിപൊളി ബോധമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ദേ വന്നോ, താഴെ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കിടക്കുന്നുണ്ടാകും. കയറുക, രജിസ്റ്റർ ചെയ്യാം. അത് ഈ 1899 നിങ്ങൾക്ക് വെറും ഞങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമല്ല തരാൻ പോകുന്നത്. ഇത്രയും സർവീസസ് ആണ് ഈ പറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. കംപ്ലീറ്റ് റെക്കോർഡ് ക്ലാസ്സിനുള്ള ആക്സസ് ഉണ്ടാകും. ഫെബ്രുവരി 1st വീക്കോട് കൂടി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. ഫെബ്രുവരി മാർച്ച് നമുക്ക് റിവിഷൻ ആൻഡ് മോഡൽ എക്സാമിന്റെ ടൈമാണ്. മൈൻഡ് മാപ്പുകളും ഹാൻഡ് റിട്ടൺ നോട്ടുകളും നിങ്ങൾക്ക് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് പരാതി ഉണ്ടാവരുത്. 3 സെറ്റ് ഓഫ് എക്സാമുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. വാട്സ്ആപ്പ് ആൻഡ് AI ഡൗട്ട് ക്ലിയറൻസ്
നിങ്ങൾക്ക് ഉണ്ടാകും. സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകളുണ്ട്. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിച്ചാലാണ്, എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടിയാലാണ് നിങ്ങൾക്ക് അതിലേക്ക് A+ലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഓരോ ക്ലബ്ബുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. അതേപോലെ 2 ടൈപ്പ് നോട്ടുകളാണ് ഒരു ചാപ്റ്ററിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിട്ടുള്ള പേഴ്സണൽ മെന്ററിങ്. നിങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും പഠിച്ചോ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെന്ററിനെയും കൂടിയാണ് ഞങ്ങൾ അസൈൻ ചെയ്ത് തരാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ എക്സ്ക്ലൂസീവ് ഫീച്ചർ. അത്രയും നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരാൻ വേണ്ടി ഒരു പേഴ്സണൽ മെന്ററിങ് കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് തന്ന് ഞങ്ങൾ പറയുന്ന ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ദാറ്റ് സ്പിരിറ്റ് ഇൻസൈഡ് യു, നിങ്ങളിത് ചെയ്തെടുക്കും, ഞാനിത് ചെയ്യുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ റിപ്പോർട്ട് കാർഡിൽ 10 എണ്ണത്തും വരിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലിക്ക് മതി. ഈ കാണുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾക്കൊരു ലിങ്ക് വന്നിട്ടുണ്ടാകും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. റിപ്പോർട്ട് കാർഡിലെ 10 സബ്ജക്റ്റിന് നേരെ A+ എന്നിങ്ങനെ നിരന്നിങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനൊരൊറ്റ തീരുമാനത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞങ്ങളുടെ ബാച്ചിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം, സ്വയം പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇത് കിട്ടാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സിമ്പിൾ. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുക, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് നിങ്ങൾക്ക് +1 എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ മാർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ച് അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ, അതിൻ്റെതായ എന്താ പറയുക സീരിയസ്നെസ്സിൽ നമ്മൾ ഈ 10th പബ്ലിക് എക്സാമിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും മക്കളെ. സോ ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു us. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. A+ നമ്മൾ ഉറപ്പും തരും. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ. ഇനി അല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടുത്ത് ഓരോ സെക്കൻഡും വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് we'll see when your result come. ആ റിസൾട്ട് വരുന്ന സമയത്ത് റിപ്പോർട്ട് കാർഡിൽ 10 A+ ഇങ്ങനെ നിറഞ്ഞു കാണുന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ.